ഓർത്താ എന്ത് അത്ഭുതങ്ങളല്ലേ. നമ്മൾ രണ്ടുപേരുടെ പ്രണയം ഒരു കുഞ്ഞ് ആത്മാവായി ദേ ഇതിനുള്ളിൽ തുടിക്കുന്നു. ശ്യാമയ്ക്കിനി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനാവില്ല. സ്ത്രീകളുടെ ഉള്ളിലുള്ള ഈ ഗർഭപാത്രം എന്ന സംഗതി ഒരു അതിശയം തന്നെയാ. അതിന്റെ ഉള്ളിലാ ജീവന്റെ ഉറവ് പൊട്ടുന്നത്. ജന്മന തന്നെ ശ്യാമയുടെ ഗർഭപാത്രത്തിന് കട്ടി കുറവാ. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ അതിനെ ആശ്രയിച്ച. 9 മാസവും 9 ദിവസവും അതിനുള്ളിലെ ചൂടാണോ തണുപ്പാണോ അതൊന്നും അറിയില്ല. ലൈറ്റും AC-യും ഫാനും ഒന്നുമില്ല. എന്നിട്ടും ഒരു കുഞ്ഞു ജീവന് വേണ്ട ഓക്സിജൻ സിലിണ്ടറും ഊഞ്ഞാലും സ്വിമ്മിംഗ് പൂളും ഒക്കെ അതിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. 10 മാസം ഒരു കുഞ്ഞിനെ പേറി പൂർണ്ണ ആരോഗ്യവാനായി പ്രസവിക്കാനുള്ള ശേഷി ശ്യാമയ്ക്കില്ല. അതിനകത്തായിരിക്കുമ്പോ ആ ജീവൻ സുരക്ഷിതമാ. പ്രകൃതി തന്നെ ജീവരക്ഷയ്ക്കുള്ള കവചം ഒരുക്കിയിട്ടുണ്ട്. ഒരാപത്തും അതിനെ തൊടില്ല. നമ്മൾ പറയുന്നതൊക്കെ വയറ്റിൽ കിടന്നവന് കേൾക്കാമെന്നാ പറയുന്നത്. എന്തായാലും ഞാൻ അവനൊന്ന് വിളിച്ചോട്ടെ. എടാ മോനെ, ഇത് ഞാനാടാ, നിന്റെ അച്ഛൻ. അവൻ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതെ രോഹിതേട്ടാ, അവൻ കേട്ടിട്ടുണ്ടാവും. ആകാശത്ത് തെളിഞ്ഞ ഒരു നക്ഷത്രമായി നിന്ന്. ഇനിയും വന്നില്ലേ ശാന്തേ? ഇല്ലല്ലോ ശാരദാമ്മേ. വിഷ്ണുവേട്ടൻ വരുമെന്ന് പറഞ്ഞാൽ വരാതിരിക്കില്ല അമ്മ. എന്നെ എല്ലാ പരീക്ഷയ്ക്കും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വിഷ്ണുവേട്ടനല്ലേ. ഈ അവസാന പരീക്ഷയ്ക്കും വിഷ്ണുവേട്ടൻ വരാതിരിക്കില്ല. പക്ഷെ മോളെ, സമയം വൈകില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ ഇറങ്ങാം. ഇവിടെ അടുത്തല്ലേ ഇന്റർവ്യൂ നടക്കുന്നത്. എന്തായാലും സമയം വൈകിക്കണ്ട. പോകുന്ന വഴിക്ക് വിഷ്ണുവേട്ടനെ ഫോൺ വിളിക്കാം. ഞാൻ എവിടാന്ന് വെച്ചാൽ വിഷ്ണുവേട്ടൻ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. ഈ പരീക്ഷയ്ക്ക് വിഷ്ണുവേട്ടൻ ഇല്ലാതെ, ആ ധൈര്യം ഇല്ലാതെ എനിക്ക് പറ്റില്ല അമ്മ. പക്ഷെ മോളെ, നീ ഒന്നും കഴിച്ചില്ലല്ലോടി. ഒരു കാലി ചായ മാത്രമല്ലേ കുടിച്ചോളൂ. ഇപ്പൊ ഒന്നും കഴിച്ചാൽ എനിക്ക് ഇറങ്ങില്ല. ആദ്യം വിഷ്ണുവേട്ടനെ കാണണം. അത് കഴിഞ്ഞേ ഉള്ളൂ ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞ മോള് കളക്ടറാണല്ലേ? ഇല്ല ശാന്തേച്ചി, ഇന്റർവ്യൂ പാസ്സാവണം. പിന്നെ 2 വർഷം ട്രെയിനിങ്. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്? ബുദ്ധിയുള്ളവരെ പെട്ടെന്ന് പിടിച്ചങ്ങ് കളക്ടറാക്കിയാ പോരെ? അതിനൊക്കെ അതിന്റെ ഫോർമാലിറ്റീസ് ഉണ്ട് ശാന്തേച്ചി. ട്രെയിനിങ് കഴിഞ്ഞാലും സ്വന്തം സംസ്ഥാനത്ത് പോലും നിയമനം കിട്ടണമെന്നില്ല. വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് സബ് കളക്ടറോ അസിസ്റ്റന്റ് കളക്ടറോ ആയിട്ടായിരിക്കും നിയമനം. മോളെ, ഈ അവസ്ഥയിൽ നീ അതൊക്കെ എങ്ങനെ? അവസ്ഥയ്ക്ക് എന്താ അമ്മ കുഴപ്പം? ഒരു പെണ്ണിന്റെ പൂർണ്ണതയാ മാതൃത്വന്ന് അമ്മയല്ലേ പറയാറ്. വരാനുള്ളത് എന്തായാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടോ മോളുടെ കൂടെ? എന്റെ മോള് കളക്ടറല്ല, അതിലും വലിയൊരു ഓഫീസറാവും.
ഞാൻ ഇറങ്ങട്ടെ. പോയി ജയിച്ചു വാ മോളെ. ശാന്തേച്ചി. ശരി മോളെ. എന്താ ശാരദാമ്മേ? ഈ ഇന്റർവ്യൂവിന് ഇങ്ങനെ പോകേണ്ട കുട്ടിയാണോ ശാന്തവള്? സത്യമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു റാണിയെ പോലെ വിഷ്ണുവിന്റെ ഒപ്പം ഇറങ്ങിപ്പോണ്ട ആളല്ലേ? അതിന് പകരം ആരുമില്ലാത്തൊരു അനാഥയെ പോലെ. മനസ്സ് ചത്തതുപോലെയാ ശാലിനി മോൾ ഇറങ്ങിപ്പോയത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല മിടുക്കന്മാരും മിടുക്കികളാ ഇന്റർവ്യൂവിൽ ഹാജരാവുന്നത്. ഈ അവസ്ഥയിൽ ശാലിനി മോള് ഇന്റർവ്യൂവിൽ പങ്കെടുത്താ? ഇല്ല ശാന്തേ, ആ പോയത് എന്റെ മോള് മാത്രമല്ല, ശാരദാമ്മയുടെ പ്രാർത്ഥനയും ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെയാ. അത് ഫലിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നടി. ശാലിനി വിളിക്കുന്നുണ്ടല്ലോ. അയ്യോ, ഇപ്പൊ ഫോൺ എടുത്ത അമ്മയ്ക്ക് മനസ്സിലാവും. സൈലന്റ് ആക്കിയത് നന്നായി. എടാ സ്പീഡ് കുറയ്ക്കടാ. നീ എങ്ങോട്ട് ഈ പാഞ്ഞു പോന്നേ? നിനക്കെന്താ അത്യാവശ്യം ജോലി ഉണ്ടെന്ന് പറഞ്ഞത്? അത് ഹോട്ടലില്. അതെന്താന്ന് വെച്ചാൽ വലിയൊരു പാർട്ടിക്ക് ഓർഡർ തരാൻ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ അവിടെ വേണമല്ലോ. ആ, രോഹിത്തും കൂടെ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. ശ്യാമയ്ക്ക് അമ്പലത്തിൽ ഒരു അർച്ചനയ്ക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നീ പൊയ്ക്കോ. ആ, ചേട്ടാ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ശരി. ശാലിനി, വിഷ്ണുട്ടൻ എന്താ ഫോൺ എടുക്കാത്ത? ഇങ്ങോട്ട് വിളിക്കട്ടെ. വിഷ്ണുട്ടൻ വരാതെ എങ്ങനെയാ പോകുന്നേ? സമയമുണ്ടല്ലോ, ഭഗവാനെ കൂടെ കണ്ട് കാര്യം പറയാൻ. വിഷ്ണു, നീ എന്താ ഇറങ്ങുന്നില്ലേ? ഞാൻ വരണോ? അമ്പലത്തിന്റെ പടിയോളം എത്തിയിട്ട് ഭഗവാനെ കാണുന്നില്ലെന്നോ? മര്യാദക്ക് ഇറങ്ങിക്കോ. അല്ല, വാ. വരിക.
ഇത് പെട്ടെന്ന് തീരുമല്ലോ അല്ലേ? ഈശ്വര ഭഗവാനെ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ. തിരുമേനി, എനിക്കിന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇത് അതിന്റെ ലെറ്ററാ. തിരുമേനി ഒന്ന് പൂജിച്ചേർന്നു. ആയിക്കോട്ടെ, കുട്ടി അതാ തട്ടത്തി വെച്ചോളൂ. സർവം മംഗളമായി വരും. കുട്ടി പ്രദക്ഷിണം ചെയ്തു വന്നോളൂ. ശരി തിരുമേനി. തിരുമേനി, ഇവളുടെ പേരിൽ ഒരു അർച്ചന നടത്തണം. ആവാം. ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ ലെറ്ററോട് പൂജിക്കാനുണ്ട്. പ്രാർത്ഥിച്ചു. ശാലിനിയുടെ ഇന്റർവ്യൂ എന്നാണല്ലോ. ഇനി ഇത് അയാളുടെ ലെറ്റർ ആയിരിക്കുമോ? ഈശ്വര, സത്യാമ്മയുടെ അനുഗ്രഹത്തോടെ ഇന്റർവ്യൂവിന് പോകണമെന്നായിരുന്നു ആഗ്രഹവും പ്രാർത്ഥനയും. അത് സാധിച്ചു വന്നില്ല. ഇന്റർവ്യൂവിനൊപ്പം ഉണ്ടെന്ന് കരുതിയ വിഷ്ണുവേട്ടനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈശ്വര, കാത്തുരക്ഷിക്കണേ. ശാലിനി, വിഷ്ണുവേട്ടൻ. എടോ വിഷ്ണുവേട്ടനോ? എടോ, താനെന്താ ഇവിടെ ഇന്റർവ്യൂവിന് പോകാൻ സമയമില്ലേ? അത് ശരി. അപ്പൊ വിഷ്ണുവേട്ടൻ അത് ഓർമ്മയുണ്ട് അല്ലേ? എന്നിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്ന? അല്ല, എനിക്ക് കൂട്ടുവരാന്ന് പറഞ്ഞ ആളാ. ഞാൻ വിളിച്ചപ്പോ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നില്ല. എടോ, ഞാൻ അമ്മയുടെ അടുത്ത് പെട്ടുപോയി. കാണാതെ വരുമ്പോ ഇയാൾ എന്നെ വിളിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. എടോ, ഫോണില് ഇയാളുടെ കോൾ അമ്മ കണ്ട പിന്നെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം പൊളിയും. പോട്ടെ, സാരമില്ല. എന്തായാലും ഇപ്പൊ മുന്നിൽ കണ്ടല്ലോ. ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരാശ്വാസം എനിക്കിപ്പോ തോന്നുന്നു. വേറൊരാഗ്രഹം ബാക്കിയുണ്ട്. നടക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ആഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ എന്തിനാ വിഷ്ണുവേട്ടനെ വിഷമിപ്പിക്കുന്നേ? അല്ലെ, വിഷ്ണുവേട്ടൻ എന്താ ഇവിടെ? എടോ, അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പെട്ടുപോയിന്ന്. തന്നെ പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അമ്മ എന്നെ പിടികൂടിയത്. ശ്യാമയുടെ പേരിൽ ഇന്ന് തന്നെ എന്തോ അർച്ചന നടത്തണമെന്ന്. രോഹിത്താണി സ്ഥലത്തുമില്ല.
പിന്നെ ഞാൻ കാർ എടുക്കല്ല, എന്താ വഴി? അപ്പോ സത്യാമ്മയും ശ്യാമയും ഇവിടെ വന്നിട്ടുണ്ടോ? ആ, എനിക്ക് അവരൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ട സത്യമ്മ ദേഷ്യപ്പെടില്ലേ? ഇയാൾക്ക് അവരെ കാണണമെന്നുണ്ടെങ്കിൽ കാണാം. എങ്ങനെ? ഇയാളെ അമ്മ കാണായിരുന്ന പോരെ? അതെങ്ങനാ വിഷ്ണുവേട്ടാ? വാ വാ. ഇന്റർവ്യൂ ലെറ്റർ കൊണ്ടുവന്ന കുട്ടിയെ കാണുന്നില്ലല്ലോ. ശരി, ആദ്യം ഈ കുട്ടിയുടെ അർച്ചന നടത്താം. ഏയ്, അത് വേണ്ട തിരുമേനി. ആ കുട്ടിയല്ലേ ആദ്യം വന്നത്. ദാ, ആദ്യം ഇത് പൂജിച്ചു കൊടുത്താട്ടെ. വിഷ്ണുട്ടാ, അത് കണ്ടോ? എന്റെ ഇന്റർവ്യൂ ലെറ്റർ സത്യാമ്മയെ പൂജിക്കാൻ കൊടുക്കുന്നത്. എല്ലാം ശരിയാവുമെന്ന് ഞാൻ പറഞ്ഞില്ലടോ. വിഷ്ണു എവിടെ പോയി? വിഷ്ണുട്ടാ, അയ്യോ, എന്നെ അന്വേഷിക്കണ തോന്നുന്നു കേട്ടോ. പോ, പോ, പോ. ചെല്ല്, ഞാൻ ചെല്ല്. പോയിട്ട് വരാം, അവിടെ പോ. നീ ഇത് എവിടെ പോയിരുന്നടാ? ഞാന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കോള് വന്നപ്പോഴേ. ഇതിനിടയിലാണോ ഫോണ്? ഏതോ ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ ലെറ്റർ പൂജിക്കുക. ആ കുട്ടിക്ക് ആ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അല്ലമ്മ, അതിപ്പോ ആരാന്നറിയാതെ. ആരായാലും എന്താ, ഒരുപക്ഷെ ആ കുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ഈ ജോലി. അത് നടന്നോട്ടെ. കളക്ടറാകാനുള്ള മോഹം മനസ്സിന്ന് മായിച്ചു കളയാന്ന് ഞാൻ സത്യം ചെയ്യുന്നു. എന്റെ ഭഗവാനെ, ഇതൊരു നല്ല തുടക്കാന്ന് വിശ്വസിച്ചോട്ടെ ഞാൻ. ശാലിനിയുടെ ഇന്റർവ്യൂ ലെറ്റർ അമ്മ തന്നെ എടുത്ത് പൂജിക്കാൻ കൊടുത്തത് നീ കാട്ടിയ നിയോഗം തന്നെയായിരിക്കും അല്ലേ? തുടർന്ന് ഇതുപോലെ നല്ലത് തന്നെ നടത്തണേ ഭഗവാനെ. ഭഗവാനെ, ആ കുട്ടി ആരായിരുന്നാലും അവൾ ആഗ്രഹിച്ച ജോലി അവൾക്ക് കൊടുക്കണേ. അതുകൊണ്ട് വീടിനും നാടിനും മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കട്ടെ അവള്. അങ്ങനെ തന്നെ നടക്കട്ടെ ഈശ്വര. ഭഗവാനെ, എന്റെ കുഞ്ഞേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നമാ സിവിൽ സർവീസ്. അതുപോലെ രാവും പകലും ഉറക്കളച്ച് പഠിച്ച ആരെങ്കിലും ആയിരിക്കും ഇത്. ആ ജോലി അവർക്ക് തന്നെ കൊടുക്കണേ. ആ കുട്ടി ഇതെവിടെ പോയി? കുറെ നേരമായല്ലോ. അല്ല തിരുമേനി, ഇനിയൊരു പക്ഷെ ആ കുട്ടി മറന്നുപോയതാണെങ്കിലോ? ഇന്റർവ്യൂ മിസ്സാവേ. അത് ശരിയാണല്ലോ. ആ, ഒരു കാര്യം ചെയ്യാം. ആ കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടു കൊടുത്തോളാം. ഇങ്ങോട്ട് തരിക. ഞാൻ ആ കുട്ടിക്ക് കൊടുത്തിട്ട് വരാം. മനസ്സ് നിറഞ്ഞു വിഷ്ണുട്ടാ. എടോ, ശരിക്കും പെട്ടുപോയിടോ. എന്തു പറ്റി? അമ്മയും ശ്യാമയും കൊണ്ടുപോകാൻ രോഹിത് എത്താതെ എനിക്ക് വരാൻ പറ്റും തോന്നുന്നില്ല. സാരമില്ല വിഷ്ണുട്ടാ, ഇന്റർവ്യൂവിന് ഇനിയും സമയമുണ്ടല്ലോ. എന്റെ
എന്റെ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ സത്യമ്മ വന്നിരിക്കുന്നത്.